പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ഫോർട്ട് കൊച്ചിയിലടക്കം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പാപ്പാഞ്ഞിയെ കത്തിക്കും. തിരുവനന്തപുരത്തും വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. ആൾക്കൂട്ടങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. SS ശരൺ, അരുൺ സോളമൻ, VS രഞ്ജിത്ത് തുടങ്ങിയ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം SS ശരണിലേക്ക്. ശരൺ, ഫോർട്ട് കൊച്ചിയിലാണ് വലിയ ആഘോഷം നടക്കാൻ പോകുന്നത്. പുതുവത്സരത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കറിയാം, ഫോർട്ട് കൊച്ചിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ലൈറ്റ് മരം കാണാൻ വരെ നിരവധി ആളുകൾ അവിടെ കൂട്ടമായി എത്തുകയും വലിയ ജനത്തിരക്കും ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? പോലീസ് എന്താണ് നൽകിയ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും? ഹരിപ്രിയ, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും പുതുവർഷാഘോഷം പൊടി പൊടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2 പാപ്പാഞ്ഞിമാരും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ കാണുന്നത് വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയാണ്. പാപ്പാഞ്ഞി ഇരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പാപ്പാഞ്ഞിയാണെന്നുണ്ടെങ്കിൽ പരേഡ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത് 50 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയാണ്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഇല്ലാത്തൊരു വ്യത്യസ്തമായ ആഘോഷമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 പാപ്പാഞ്ഞിമാരെ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ 900 പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് വിന്യസിച്ചതെന്നുണ്ടെങ്കിൽ ഇത്തവണ 1200 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് 13 DYSPമാരുടെ നേതൃത്വത്തിൽ 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് മുൻപായിട്ട് തിരക്ക് ഉയരുകയാണെന്നുണ്ടെങ്കിൽ തോപ്പും പടിക്കലും ഇടക്കൊച്ചിയിലുമായി വാഹനങ്ങൾ തടയാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മറ്റ് രീതിയിലുള്ള ക്രമീകരണങ്ങൾ, അതായത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആളുകൾ ഏതൊക്കെ വഴി വരണമെന്നുള്ളത് കൃത്യമായി തന്നെ പോലീസിന്റെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാനുള്ളത്, നിലവിൽ തിരക്കിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയുള്ളൂ. എന്തായാലും 2 പാപ്പാഞ്ഞിമാരെ കത്തിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പലയിടങ്ങളിലായിട്ട് ഏർപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2 പാപ്പാഞ്ഞിമാരെ കത്തിക്കാൻ തീരുമാനമായിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം ഈ പരേഡ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സംഘാടകർ എത്തിയിരുന്നതാണ്. അതിന് കാരണം മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ അന്തരിച്ചതിനെ തുടർന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ദുഃഖാചരണത്തെ തുടർന്ന് കത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടുകൂടിയാണ് വെളി ഗ്രൗണ്ടിൽ മാത്രം പാപ്പാഞ്ഞിയെ കത്തിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യമല്ല. 2 ഇടങ്ങളിലായിട്ട് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും. കഴിഞ്ഞ തവണത്തെക്കാൾ അധികം ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലും പരിസരത്തുമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളാണ് അറിഞ്ഞത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ അരുൺ സോളമൻ ഉണ്ട്. വിശദാംശങ്ങളും അരുൺ സോളമൻ, 2025 ഏറ്റവും അവസാന നിമിഷമാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് പറയുകയാണ്. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ കോവളവും ശംഖുവും ബീച്ചും ഒക്കെയാണ്. ഈ കൊച്ചിയേക്കാൾ പൊടി പിടിക്കുമോ ന്യൂ ഇയർ ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത്? ഇത്തവണ തിരുവനന്തപുരം വളരെ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ കൊച്ചിയിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുക. ഇത്തവണ തിരുവനന്തപുരത്തും അതിനുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത്. കഴിഞ്ഞ 10 ദിവസമായി 40ഓളം വരുന്ന കലാകാരന്മാർ ചേർന്നാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കോവളം, വർക്കല, നെയ്യാർഡാം, പൊന്മുടി, ശംഖുമുഖം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 1200ഓളം വരുന്ന പോലീസുകളെയും ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് 1 മണിവരെ ഈ ആഘോഷ പരിപാടികൾ നീണ്ടുപോകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചുള്ളത്. അതുവരെ മാത്രമാണ് അനുമതിയുള്ളത്. അതിനുശേഷം കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇന്നിപ്പോൾ 6 മണി മുതൽ 1 മണി വരെ എന്തായാലും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. മറ്റൊന്ന്, കനാകുന്നിൽ അതുപോലെ തന്നെ മാനവീയം വീതിയിലും സംഗീത നിശകളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോവളത്തും അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ചിലും ഷോർ വളരെ കുറവായതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഇറക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. താൽക്കാലികമായിട്ടുള്ള ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ വാഹനങ്ങളുടെ പാർക്കിങ്ങിന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കാർ അടക്കമുള്ള വാഹനങ്ങളെല്ലാം ബൈപ്പാസിൽ തന്നെ പാർക്ക് ചെയ്ത് എത്തണമെന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി അരുൺ, അങ്ങനെയാണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ. കോഴിക്കോടേക്ക് പോകാം. അവിടെ VS രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഒപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും കൊച്ചിയിലും തിരുവനന്തപുരത്തും പാപ്പാഞ്ഞിമാരെ കത്തിക്കുന്നുണ്ട്. കോഴിക്കോട് എന്താണ് അവസ്ഥ? കോഴിക്കോട് എവിടെയെങ്കിലും പാപ്പാഞ്ഞിമാരെ കത്തിക്കുന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ
കോഴിക്കോട്ടെ പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് ബീച്ചാണ്. കോഴിക്കോട് ബീച്ചാണ് പുതുവത്സരാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം. അവിടുത്തെ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും പുതുവത്സര ആശംസകൾ. അങ്ങനെ കോഴിക്കോട്ടുകാരെ കത്തിച്ചും പുകച്ചും ഒന്നും അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കുന്നവരല്ല. പുകയ്ക്കാതെ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട്ടുകാർക്ക് ബീച്ചിലേക്ക് എത്തുക എന്നുള്ളതാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും കോഴിക്കോട്ടുകാർക്ക് ആകെ ഒരു ബീച്ചാണുള്ളത്. ഏതായാലും ബീച്ചിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ നമ്മളിവിടുന്ന് ലൈവൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഒരു ഓർക്കസ്ട്ര പോലും ഇല്ലാതെ വലിയ ആൾക്കൂട്ടം കൂടി അവർ തന്നെ സ്വയം സന്തോഷിക്കുകയും അവർ തന്നെ സ്വയം പരസ്പരം ഹാപ്പി ന്യൂ ഇയർ പറയുകയൊക്കെ ചെയ്യുന്ന വളരെ ലളിതമായ പരിപാടികൾ മാത്രമേ കോഴിക്കോട് ഉണ്ടാവാറുള്ളൂ. പക്ഷെ വലിയ ആൾക്കൂട്ടം കോഴിക്കോട് ബീച്ചിലേക്ക് എത്തും. അവർ പരസ്പരം സ്നേഹം പങ്കുവെക്കും, പരസ്പരം സൗഹൃദം പങ്കുവെക്കും, പരസ്പരം ആശംസിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോഴിക്കോട്ട് ഇവിടുത്തെ വലിയ മാളുകളിലും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിലും ഒക്കെ അവരുടെ സ്വകാര്യമായി ടിക്കറ്റ് വെച്ചുള്ള പരിപാടികളും വലിയ പാർട്ടികളും ഒക്കെ നടക്കുന്നുണ്ട്. ആ പാർട്ടികളിലേക്കും ആളുകൾ ഒഴുകുന്ന ഒരു പരിപാടിയുണ്ട്. കൂടുതലായിട്ടും ഇങ്ങനെ വലിയ സംഗീത നിശകളും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ വെച്ചുകൊണ്ടുള്ള പാർട്ടികളാണ്. മദ്യം വിളമ്പുന്ന പാർട്ടികളും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എക്സൈസിന്റെ വളരെ കർശനമായിട്ടുള്ള പരിശോധന ഈ ലഹരി ഒഴുകുന്ന പാർട്ടികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വലിയ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വയനാട്ടിലേക്കാണ് കൂടുതലും സഞ്ചാരികളൊക്കെ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി അവിടുത്തെ റിസോർട്ടുകളിലേക്കും ഹോട്ടലുകളിലേക്കും ഒക്കെ പോകാറുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ ചുരത്തിൽ നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. കോഴിക്കോട് ബീച്ചിലും രാത്രി കാലത്ത് ഈ വാഹനങ്ങളുമായി എത്തുന്നതിനുള്ള നിയന്ത്രണമുണ്ട്. ശരി രഞ്ജിത്ത്, വ്യക്തമാണ്. എന്തായാലും നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു പുതുവർഷത്തെ ആഘോഷിക്കാൻ. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.